പ്രസിദ്ധമായ ചാർമിനാറിന് മുമ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ 2 ദിവസത്തെ ഹൈദരാബാദ് ഒരു ട്രിപ്പായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ, ഒരു 5:30 മണിക്ക് സമയമുള്ള തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ നൈസാമിൻ്റെ പാലസ്, നൈസാമിൻ്റെ മ്യൂസിയം, അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളും ഹൈദരാബാദിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾഡ് ഹൈദരാബാദിൽ നിന്ന് തുടങ്ങാം. നമുക്കറിയാലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു നഗരമാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ പ്രശസ്തമായ ചാർമിനാർ, ചൗമഹല്ല പാലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസാംമാർ താമസിച്ചിരുന്ന കൊട്ടാരം, നൈസാം മ്യൂസിയം, അപ്പോൾ അങ്ങനെ എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഓൾഡ് ഹൈദരാബാദിലാണ്. അപ്പോൾ ഈ ചൗമഹല്ല പാലസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ കയറാനൊരു എൻട്രി ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വലിയ കവാടത്തിൻ്റെ മുന്നിലെത്തി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു 45 ഏക്കർ വരുന്ന ആ ഒരു പ്ലേസാണ് ഈ ചൗമഹല്ല പാലസ് എന്ന് പറയുന്നത്. അതായത് രാജാവിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഇത്, നൈസാമുമാരുടെ. ഇപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാന കാലഘട്ടത്തിൽ ഇവിടെ ഭരണം നടത്തിയിരുന്ന നൈസാമുമാരായിരുന്നു. അഫ്സൽ മഹൽ, അഫ്താബ് മഹൽ, അങ്ങനെ 4 കൊട്ടാരങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു കോമ്പൗണ്ടാണ് ഈ പറയുന്ന ചൗമഹല്ല. ചൗ എന്ന് പറയുന്നത് 4 കൊട്ടാരം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് തന്നെ. ഇന്ന് ഈ കൊട്ടാരം 12 ഏക്കർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുത്തെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഓരോരോ കൊട്ടാരങ്ങൾ, ഈ പറയുന്ന മുറികൾ, അതിൻ്റെ ഉദ്യാനങ്ങൾ, അവരുടെ ദർബാറുകൾ. അപ്പോൾ അങ്ങനെയുള്ള പല പല മനോഹരമായ പല കാഴ്ചകളും നമുക്കിപ്പോൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. നമുക്കിവിടെ ഈ ചുറ്റി നടന്ന് കാണാനായിട്ട് മണിക്കൂറുകൾ തന്നെ നമുക്ക് എടുക്കും. നമ്മൾ നടന്ന് നമ്മൾ എത്ര ദൂരം നടന്നെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത്ര മനോഹരമായ പുരാതനമായ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാനുള്ളത്. നമുക്കറിയാലോ, ഈ നിസാമുമാരുടെ നഗരം എന്നാണ് ഹൈദരാബാദ് അറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായൊരു നഗരമായിരുന്നു ഈ പറയുന്ന ഹൈദരാബാദ് എന്ന് പറയുന്നത്. ഈ വജ്രം, അതുപോലെ പേള്, മുത്തുകൾ, ഇതിൻ്റെയൊക്കെ വലിയ വ്യാപാരങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഹൈദരാബാദ്. നമ്മുടെ ഇപ്പോൾ അറിയാലോ, കോഹിനൂർ എന്ന് പറയുന്ന രത്നം വരെ ഹൈദരാബാദിൽ നിന്നുള്ള ആ ഒരു സംഭാവനയാണ്. അത് പിന്നീട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് അവരുടെ ഈ പറയുന്ന ഔദ്യോഗികമായുള്ള രേഖകൾ, ഇപ്പോൾ കണ്ട വലിയ കൊട്ടാരം, ഇത് മെയിൻ കൊട്ടാരം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ഈ ദർബാറും ഒക്കെ കൊള്ളുന്ന ഈ ഒരു കൊട്ടാര സമുച്ചയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹൈദരാബാദ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ ചൗമഹല്ല പാലസ് എന്ന് പറയുന്നത്. അതായത് 16-ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സുൽത്താൻ ഷാഹി രാജവംശത്തിൻ്റെ ആ സമയത്താണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതെന്ന്. പിന്നീട് അത് അവരുടെ തലമുറകൾ പിന്നീട് നിസാമുമാരുടെ ഭരണകാലത്താണ് ഇത് പൂർത്തിയാവുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഈ ഓരോരോ അവരുടെ ഫോട്ടോ ഗാലറികൾ, അവരുടെ അങ്ങനെയുള്ള അവരുടെ ചരിത്രങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം അവരുടെ അന്ന് കാലത്ത് അവരുപയോഗിച്ചിരുന്ന ഫർണിച്ചറുകൾ, അപ്പോൾ അതൊക്കെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് അമൂല്യമായ ചരിത്ര പ്രാധാന്യമുള്ള പല വസ്തുക്കളും നമുക്കിവിടെ, നമുക്ക് പറഞ്ഞില്ലേ, ഭയങ്കര നമുക്കിത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിത് മുകളിലത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് കൊട്ടാരത്തിൻ്റെ. അപ്പോൾ ഈ പത്നിമാരൊക്കെ സദസ്സൊക്കെ മുകളിൽ നിന്ന് വീക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പാലസിൽ നിന്നുള്ള ബാക്കിലോട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. അതിൻ്റെ പുറത്ത് കണ്ടില്ല, അവിടെ ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ പാലസിൽ നിന്ന് ഇനി നെക്സ്റ്റ് പാലസ് ഉണ്ട്, അടുത്ത പാലസ് ഉണ്ട്, അങ്ങനെ 4 പാലസ് ഉൾപ്പെടുന്ന ആ ഒരു വലിയൊരു ഏരിയ ഉണ്ടോ. പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന, അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ പറയുന്ന പ്ലേറ്റുകൾ, ചൈനീസ് റോയൽ ഫാമിലി ഉപയോഗിച്ചിരുന്ന ഈ പറയുന്ന പ്ലേറ്റുകൾ, കട്ട്ലറികളുടെയൊക്കെ ഒരു അമൂല്യമായ ഒരു ശേഖരം ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് മേളിൽ നിന്നുള്ള നിലയിൽ നിന്ന് ഈ പാലസ് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിരുന്ന തരത്തിലുള്ള ക്രോക്കറി ഐറ്റംസൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് അവർ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ കുറേ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോഴത്തെ ഈ കൊട്ടാരവും ഈ ഇത്തരത്തിലുള്ള ഇതെല്ലാം വരുന്നത് കുടുംബത്തിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിലാണ് വരുന്നത്. പിന്നെ നമുക്കൊരു അവരുടെ അന്ന് ഉപയോഗിച്ചിരുന്ന ആർമറി വരുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള അന്ന് ഉപയോഗിച്ചിരുന്ന എന്താ പറയുക, കത്തികൾ, കടാരകൾ, വാളുകൾ, തോക്കുകൾ, അതിൻ്റെ ചെറിയൊരു ഇത് നമുക്കിപ്പോൾ അത്രക്ക് വലിയൊരു സൈന്യം തന്നെ ഉണ്ടായിരുന്ന ഒരു
ഒരു ഇതായിരുന്നു ഈ പറയുന്ന ഹൈദരാബാദ് എന്ന് പറയുന്നത്, നിസാംമാരുടെ കീഴിൽ. അപ്പോൾ അവർ ബ്രിട്ടീഷുകാരായിട്ടൊക്കെ ചേർന്നിട്ടായിരുന്നു കേട്ടോ അന്ന് ഈ രാജ്യം ഭരിച്ചിരുന്നത്. അത്രക്ക് സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു ഈ പറയുന്ന ഈ ഹൈദരാബാദ് എന്ന് പറയുന്നത്. അതായത് അന്ന് പറയപ്പെടുന്നത് അമേരിക്കയുടെ തന്നെ ഒരു ഇത്ര ശതമാനം തന്നെ സമ്പന്നമായിരുന്നു ഹൈദരാബാദ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പഴയ ഈ റോയൽ അവരുടെ രാജവംശത്തിൻ്റെ ഫോട്ടോകൾ, എണ്ണച്ചായ ചിത്രങ്ങൾ, ഇതൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പല സംഭവങ്ങളിൽ അതിൽ ഏറ്റവും വിലപിടിപ്പുള്ള പല സംഭവങ്ങളുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഈ സിംഹാസനം സ്വർണത്തിൻ്റെ നിർമ്മിതമായ 40 കിലോഗ്രാമുള്ള സ്വർണ്ണ സിംഹാസനമാണ്. അത് ഈ നൈസാം മ്യൂസിയം എന്നുണ്ടല്ലോ, അവിടെ അത് പ്രദർശിപ്പിക്കും. കാരണം വെച്ചാൽ അത്രയും സെക്യൂരിറ്റി ആയിട്ട് മാത്രമേ അവിടെ വെക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഫ്താബ് മഹലാണ്. അപ്പോൾ അവിടെ ഈ അന്ന് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള ആ ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ റോയൽ അവർ അന്ന് ഉപയോഗിച്ചിരുന്ന ബ്രിട്ടീഷിൻ്റെ ഇതുണ്ടായിരുന്ന കണ്ടില്ലേ, ഫോർഡിൻ്റെ വണ്ടികൾ, അങ്ങനെയുള്ള വലിയ വണ്ടികളുടെ ശേഖരം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അതിൽ കുറച്ച് മാത്രമാണ് ഇവിടെ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ അവിടെ ഭയങ്കരമായിട്ട് നമുക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അന്നത്തെ വലിയ വില കൂടിയ വണ്ടികൾ. അപ്പോൾ അതെല്ലാം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ കോഹിനൂർ രത്നം എന്ന് പറയുന്നത് അത്രയും സമ്പന്നമായ രത്നങ്ങളും അങ്ങനെയുള്ളത് കൊണ്ട് സമ്പന്നമായ ഒരു നഗരമായിരുന്നു ഈ ഹൈദരാബാദ് എന്ന് പറയുന്നത്. അത് പിന്നീട് ബ്രിട്ടീഷിൻ്റെ രാജ്ഞിയുടെ കിരീടത്തിൽ ധരിച്ചിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ ഒരു രത്നം അത് ഈ ഹൈദരാബാദ്. അത് പിന്നീട് സിഖുകാർ പിന്നെ അത് ബ്രിട്ടീഷ് കൈക്കലാക്കി എന്നൊക്കെയാണ് അതിൻ്റെ ചരിത്രം വരുന്നത്. അപ്പം അത്രയും റോയലായിട്ട്, അത്രയും സമ്പന്നമായിരുന്ന, അത്രയും ചരിത്ര പ്രാധാന്യമുള്ള പല സംഭവങ്ങളും പല വസ്തുക്കളും കൊണ്ട് നിറഞ്ഞതാണ് ഈ ഹൈദരാബാദ് എന്ന് പറയുന്ന നിസാമുമാരുടെ ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അവർ ആദ്യം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർ സമ്മതിച്ചിരുന്നില്ല. പിന്നീട് അവരെ തോൽപ്പിച്ച് നമ്മളെ ഇന്ത്യയോട് ചേർക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അത്രയും സമ്പന്നമായിരുന്നു ഹൈദരാബാദ്. അപ്പോൾ ഈ നിർമ്മിതികളും ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവരെത്രയും റിച്ച് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചരിത്ര സ്മാരകങ്ങൾ അതിൻ്റെ ഒരു പൊലിമ നഷ്ടപ്പെടാതെ ഇന്ന് നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു സ്ഥലം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട സ്ഥലം തന്നെയാണ് ഈ ചൗമല മൊഹല്ല പാലസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ല അമൂല്യമായ പല വസ്തുക്കളും ഈ നൈസാം മ്യൂസിയത്തിൽ നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനൊരു ടൈമിംഗ് ഉണ്ട്, 5 മണി എന്നുള്ളതാണ് അവിടെ എൻഡിങ് ടൈം. അപ്പോൾ നമ്മളതിന് മുമ്പ് തന്നെ അവിടെ എത്തിയാൽ മാത്രമാണ് നമുക്കതിൻ്റെ ആ ഒരു വ്യക്തമായ ചരിത്രവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ നമുക്കവിടെ ഗൈഡുകൾ നമുക്കത് പറഞ്ഞെല്ലാം മനസ്സിലാക്കി തരും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ചൗമൊഹല്ല പാലസ്, നൈസാം മ്യൂസിയം, ഇവിടെയൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് പോകണം. നമ്മൾ വിചാരിക്കും ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ 1 മണിക്കൂറോ കൊണ്ടൊക്കെ നമുക്ക് കണ്ട് തീർക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ നമുക്ക് ആസ്വദിച്ച് നമ്മളത് വരുമ്പോഴത്തേക്കും മണിക്കൂറുകൾ പോകുന്നു നമ്മൾ അറിയുന്ന പോലും, നമ്മൾ എത്ര ദൂരം നടന്നു എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അത്രയും പറഞ്ഞില്ലേ, അത്രയും നമ്മൾ കണ്ണിന് കുളിർമിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്കവിടെ അന്ന് ഉപയോഗിച്ചിരുന്ന ആ റോയൽ ഇത് നമുക്ക് കാണാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് അതൊരു നമുക്കിനി ഹൈദരാബാദിലെ ഏറ്റവും പ്രശസ്തമായ സഫ്രാനി ബിരിയാണി എന്ന് പറയും, മട്ടൻ ബിരിയാണി, മട്ടൻ്റെ പല വിഭവങ്ങളൊക്കെ കിട്ടുന്ന. അപ്പോൾ പിസ്ത ഹൗസ് എന്ന് പറയുന്നിട്ട് വളരെ പ്രസിദ്ധമായ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ നമുക്ക് 290 രൂപയേ ഉള്ളൂ. അവിടെ നമുക്ക് ഈ പറയുന്ന ആ സഫ്രാനി ബിരിയാണിയാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത്. അപ്പോൾ വളരെ പ്രശസ്തമായൊരു ഹോട്ടലാണ് കേട്ടോ ഈ പറയുന്ന പിസ്ത ഹൗസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ട ചൗമൊഹല്ല പാലസിൻ്റെയും ഈ ചാർമിനാറിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. വലിയ തിരക്കാണ്ടോ ഇവിടെ. നമ്മൾ കുറച്ച് നേരം നിന്നു. അതിപ്പോൾ ഭയങ്കര വലിയൊരു ബിൽഡിങ്ങാണ്. താഴത്ത് ഒരു സ്വീറ്റ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അതിന് മുകളിലൊരു ജനറൽ ഒരു ഏരിയ ഉണ്ട്, അതെല്ലാവരും കഴിക്കുന്നതാണ്. പിന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒക്കെ ഉള്ള ഏരിയകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ താഴത്തെ സ്വീറ്റ്സ്, അവിടുത്തെ ഹൈദരാബാദി സ്പെഷ്യൽ സ്വീറ്റ്സുകളൊക്കെ അവൈലബിൾ ആണ്, പിസ്ത ഹൗസ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് അത് അവിടുന്ന് തൊട്ടൊരു 100 മീറ്റർ താഴെ ഉള്ളൂ ചാർമിനാറിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പോകുന്നതാണെങ്കിൽ നല്ലൊരു സ്ഥലമാണ്. ഇത് OIC ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പറയുന്ന പിസ്ത ഹൗസ് എന്ന് പറഞ്ഞ ആ ഒരു ഇത് വരുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോകണമെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചാർമിനാർ തൊട്ടടുത്താണ്, അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് നടക്കേണ്ട ദൂരമുള്ളൂ. പിന്നെ ഇപ്പോൾ ചാർമിനാറിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ആ ചാർമിനാറിൻ്റെ ആ ഒരു ഫുൾ ഏരിയ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ക്രൗഡാണ് ശരിക്കും. ആക്ച്വലി ഇന്നൊരു മൺഡേ ആണ്, ഈവനിങ് ഒരു 5 മണി ടൈമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സമയം. അപ്പോൾ അവിടെ തന്നെ നമുക്ക് നീങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ ഇവിടെയും എൻട്രി ടിക്കറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു സമയം, നമുക്കത് അതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ 5 മണിക്ക് ക്ലോസ് ആവും. അപ്പോൾ നേരത്തെ എത്തിയാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റിയില്ല. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിൻ്റെ സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് മുകളിൽ കയറാം. അപ്പോൾ 4 മിനാരങ്ങൾ, അതാണ് ചാർമിനാർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചരിത്രമുണ്ട് കേട്ടോ ഈ ചാർമിനാർ. അതായത് പണ്ട് ആ പ്ലേഗ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഹൈദരാബാദിൽ. അപ്പോൾ അത് മാറിയതിൻ്റെ ഒരു ഓർമ്മയൊക്കെ ആയിട്ടാണ് 4 മിനാരങ്ങൾ ചേർന്ന, അതായത് 4 ഖലീഫമാരുടെ ആ ഇസ്ലാം അതിൻ്റെ ഓർമ്മ അന്നൊക്കെയാണ് അത് പറയപ്പെടുന്നത്, അതിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ ഈ ഒരു പറയുന്ന 16-ാം നൂറ്റാണ്ടിലാണ് ഈ ചാർമിനാർ ഉണ്ടാക്കപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ ചാർമിനാർ ഉണ്ടാക്കപ്പെട്ടതിന് ശേഷമാണ് ഈ പറയുന്ന കൊട്ടാരങ്ങളൊക്കെ നിർമ്മിച്ചതെന്ന് പറയുന്നു. അപ്പോൾ സന്ദർശകർ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ ചാർമിനാർ. അപ്പോൾ അതിൻ്റെ പരിസരം പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ IT ഒക്കെ ഭയങ്കര ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ തെലുങ്കാന, നമ്മുടെ ഈ ഹൈദരാബാദ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെയും ഈ പറയുന്ന ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവിടുത്തെ റോഡുകളും അവിടെ നിർമ്മിതികളും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും ആ ഒരു ഏരിയയൊക്കെ പണ്ട് കാടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ കാടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര കൺസ്ട്രക്ഷനും. അപ്പോൾ ബാംഗ്ലൂരിലുള്ള മുഴുവൻ ഇതൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ആകുക എന്നാണ് പറയപ്പെടുന്നത്.